എല്ലാവർക്കും ആദീസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓട്സ് ലഡുവാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 7 മുന്തിരിയാണ്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വേണം. 2 സ്പൂൺ നെയ്യ് വേണം. ഒരു 2 സ്പൂൺ പാല് വേണം. 1 കപ്പ് തേങ്ങ, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കയാണ്. ഞാനിവിടെ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഓട്സ് ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓട്സ് എല്ലാം നന്നായി റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സ് ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഓട്സ് എല്ലാം ഈ ഒരു പരുവത്തിൽ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസ് നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തേങ്ങ ഒന്ന് റോസ്റ്റായി കിട്ടണം. ഈ ഓട്സ് ലഡുവിന് തേങ്ങ ഒത്തിരി കൂടുതൽ ഇടുകയാണെങ്കിൽ ലഡു നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഓട്സ് ലഡു. ഈ തേങ്ങയൊന്ന് റോസ്റ്റായി കിട്ടണം. നമുക്കൊരു 2-3 മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയിലെന്താ ഈ ഒരു പരുവത്തിനൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓട്സ് ഇവിടെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഏലക്ക കുറച്ച് അധികം ഇടുക, എന്നാൽ മാത്രമേ ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 2 സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി എടുത്ത് വച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മധുരം എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഓട്സ് ലഡുവിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുമ്പോൾ ചെറിയൊരു ബൗൾസുകളായി മാറ്റാം. ഇത്രയും ഡ്രൈ ആയി കിട്ടണം, എങ്കിൽ മാത്രമേ നല്ല ബൗളായി വരികയുള്ളൂ. ഓട്സ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.